ഹായ് ഹലോ. നമ്മളിന്ന് ചെമ്പരത്തിപ്പൂ വെച്ച് 100% നാച്ചുറലായിട്ടുള്ള ഒരു ജാമാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ 5 ഇതളുള്ള ചെമ്പരത്തിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഈ ഞെട്ടി ഭാഗം അകത്ത് കാണുന്ന ഈ കാമ്പ് ഉണ്ടല്ലോ, ഇത് നമ്മളൊന്ന് മാറ്റിയെടുക്കണേ. ഇതുപോലെ നമ്മളുടെ കയ്യിലുള്ള ബാക്കി പൂവിൻ്റെ എല്ലാം ഞെട്ടി നമുക്ക് മാറ്റിയെടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയെന്ന് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇതെല്ലാം വേർപെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 3 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണേ. തിളച്ച് വരുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ കളറും ഗുണമെല്ലാം ഈ വെള്ളത്തിലോട്ട് ഇറങ്ങിക്കോളും. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ചെറുതായി ചൂടായി വരുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ കളറ് ചേഞ്ചായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് നല്ലപോലെ ഒന്ന് വെട്ടി തിളക്കട്ടെ. ഇതിൻ്റെ സത്തെല്ലാം ഈ വെള്ളത്തിലോട്ട് ഇറങ്ങണം. അതിനുശേഷം നമുക്ക് ഈ പൂവുണ്ടല്ലോ, ഈ ഇതളുകൾ നമുക്ക് ഒരു സ്പൂണോ ഒരു തവിയോ വെച്ചിട്ട് നമുക്കിത് മാറ്റിയെടുക്കാം. അല്ലാന്ന് വെച്ചാൽ നമ്മളിതൊന്ന് അരിച്ചെടുത്താൽ മതിയേ. ഇനി വെള്ളം വീണ്ടും നമുക്കൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണേ. ഈ ജാം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന ജാമിൻ്റെ അതേ ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 3 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ 1.25 ഗ്ലാസ് പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ഗ്ലാസ് ചേർത്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം 1/4 ഗ്ലാസ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു മുറി ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർത്തതിൻ്റെ കളർ പാടെ മാറിയിരിക്കും. നല്ലൊരു റെഡ് കളറാണ് ഇതിന് കിട്ടുന്നത്. ഞാനിതിൽ വേറെ കളറൊന്നും ചേർത്തിട്ടില്ല. ചെറുനാരങ്ങ ചേർത്ത ഉടനെ കളർ മാറിയതാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് കൈവിടാതെ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് നേരം ഇളക്കുമ്പോൾ തന്നെ ഇതാ ഒന്ന് തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു നൂൽ പരുവത്തിൻ്റെ മുമ്പായിട്ടാണ് നമ്മളിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കേണ്ടതായിട്ട്. ഇതാ ഇപ്പോൾ പാകമായിട്ടുണ്ട്, കണ്ടല്ലേ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാണെങ്കിലും തണുത്തു എന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടി ഒന്ന് തിക്കായി കിട്ടും. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ചെമ്പരത്തിപ്പൂ വെച്ചുള്ള ജാം റെഡി ആയിട്ടുണ്ട്. കടകളിൽ നിന്ന് മേടിക്കുന്ന ജാമുകളേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് നമ്മളെ വീട്ടിൽ ഇതുപോലെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുക എന്ന് വെച്ചാൽ. നിങ്ങളിത് ഒരിക്കലെങ്കിലും ചെയ്തു നോക്കണേ. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.